വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണല്ലോ. അപ്പം നമ്മളിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് സോക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ നമ്മുടെ സോക്ക് ചെയ്യാനുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത് വൈനിലല്ല, ഓറഞ്ച് ജ്യൂസിലും ശർക്കര പാനിയിലുമാണ്. അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ വൈനും അതായത് ആൽക്കഹോളും ഒന്നും യൂസ് ചെയ്യാത്തത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ 3 കളറ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അത് മിക്സഡ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഗ്രീനും യെലോയും റെഡുമാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചെറിയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. പിന്നെ 2 കളറിൽ ഉണക്കമുന്തിരി, അത് യെലോയും ബ്ലാക്കും ഉണ്ട്. പിന്നെ 100 ഗ്രാം വെച്ച് ഡേറ്റ്സും ബദാമും. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അത് യൂസ് ചെയ്യുക. നമ്മളിപ്പം ബദാമും ഡേറ്റ്സും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. ശർക്കര പാനി ഞാൻ ഒരു നൂൽ പരുവമല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ 250 ഗ്രാം ശർക്കരയാണെങ്കിൽ അത്ര തന്നെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. ഞാനിപ്പം 4 ഓറഞ്ചിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തേക്കുകയാണ്. നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കുവാണെങ്കിൽ കുരുവില്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട്, കയ്പ്പ് വരും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ജാർ എടുക്കുക. ഗ്ലാസ് ജാറിലോട്ട് നല്ല ഉണങ്ങിയ ഗ്ലാസ് ജാർ, വെള്ളമൊന്നുമില്ലാത്ത ഒരു കുപ്പിയിലോട്ട് വേണം നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ടൊന്ന്. ഇനി ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം 4 ഓറഞ്ചിൻ്റെ നീരാണ് പിഴിഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് അത് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി. കാരണം ഈ നമ്മൾ ഒഴിച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ മുങ്ങിക്കിടക്കണം. ആ ഒരു പരുവം വരെ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കാരണം അത് ഒരുപാട് ഒഴിക്കേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും ലെവലിൽ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടല്ലോ, ഈ ഒരു കണക്കിന് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത് 3ഉം കൂടെ പൊടിച്ച പൗഡറാണിത്. ഇത് 1 ടീസ്പൂണോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. സാധാരണയായി പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. അസാധ്യ മണവും ടേസ്റ്റുമാണ് ഈ ഒരു മിശ്രിതം ചേർക്കുമ്പോഴത്തേക്കിന്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കാനൊന്നുമില്ല. അതിനുശേഷം നമ്മൾ സാധാരണ വൈനാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നെങ്കിൽ, വൈനോ അല്ലെങ്കിൽ ആൽക്കഹോളോ മിക്സ് ചെയ്യുന്നെങ്കിൽ ഇത് പുറത്ത് വെച്ചാലും അഴുക്കാകത്തില്ല. നമ്മളിപ്പം ഫ്രഷ് ജ്യൂസും ശർക്കരപ്പാനി ആയതുകൊണ്ട് നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അറ്റ്ലീസ്റ്റ് 1 വീക്കെങ്കിലും ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും. നമ്മുടെ പ്ലം കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു അടിപൊളി പ്ലം കേക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.